പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടും പാർട്ടി അണികളെ കൊണ്ടും സർക്കാരിൻ്റെ പൊതുഖജനാവിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് തങ്ങൾക്ക് അടുത്ത തവണ അധികാരത്തിൽ വരാൻ കഴിയുന്ന നിലയിലുള്ള വിവര ശേഖരണത്തിന് വേണ്ടി പിണറായി സർക്കാർ നടത്താൻ തീരുമാനിച്ചിരുന്ന 20 കോടി രൂപയുടെ അടങ്കലുള്ള നവകേരള സർവേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സൗമൻ സെന്നും ശ്യാംകുമാറും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് എടുത്ത് തോട്ടിലെറിഞ്ഞതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അക്കാര്യത്തിൽ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങൾ, വാർത്തകൾ, ദൃശ്യമാധ്യമങ്ങൾ, അച്ചടി മാധ്യമങ്ങളൊക്കെ വന്ന കഴിഞ്ഞ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിന് നേതൃത്വമുള്ള ഡിവിഷൻ ബെഞ്ച് ഈ 50 പേജ് അടങ്ങുന്ന ഈ വിധിന്യായത്തിൽ ഈ നവകേരള സർവേ എടുത്ത് തോട്ടിലെറിയാൻ, അല്ലെങ്കിൽ നവകേരള സർവേ എടുത്ത് ചവിട്ടൂട്ടെ കളയാൻ എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് വിശദമായി ഒന്ന് വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലിരിക്കുന്നത്. ഈ ഹർജി പ്രധാനമായും 2 പേരാണ് കൊടുത്തത്. ഒന്ന് മുബാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും അലോഷ്യസ് സേവ്യർ എന്ന് പറയുന്ന KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് ചെറുപ്പക്കാരൻ. അവർ 2 പേരുമാണ് ഈ ഹർജി കൊടുത്തത്. അതിൽ മുബാസ് എന്ന് പറഞ്ഞ ആൾക്ക് വേണ്ടി ഹാജരായത് എൻ്റെ സുഹൃത്തും അഭിഭാഷകനുമായിട്ടുള്ള അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായിയാണ്. അപ്പോൾ ഈ ഹർജിക്കാർ പറഞ്ഞത് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരശേഖരണം എന്നതൊരു മറയാണെന്നും, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു അലീബിയാണെന്നും, യഥാർത്ഥത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും പാർട്ടി അണികളെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തുടർഭരണം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള മറഞ്ഞു നിന്നുള്ള ഒരു ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്നും, അതിനുവേണ്ടി ഖജനാവിൽ നിന്ന് 20 കോടി രൂപ എടുത്ത് ചെലവഴിക്കുകയാണെന്നും, അതുകൊണ്ട് ആ പശ്ചാത്തലത്തിൽ ഈ സർവേ ഈ പറഞ്ഞ പോലെ റദ്ദാക്കണമെന്നും ആയിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. അത് സംബന്ധിച്ച് വിശദമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി വാദം കേൾക്കുകയും 2026 ഫെബ്രുവരി 17 ഈ സർവേ എടുത്ത് തോട്ടിലെറിയുകയും ചെയ്തു. അപ്പോൾ ഈ സർവേയിൽ ഈ വിധിന്യായത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതിലേക്ക് നമുക്കിനി കടക്കാം എന്നെനിക്ക് തോന്നുന്നു. അതായത് 2025 10-ാം മാസം 10-ാം തീയതി ആണ് ഇതുപോലെ ഇങ്ങനൊരു സർവേ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ഒരു ഉത്തരവ് ഇറക്കിയത്. അപ്പോൾ അതിനെക്കുറിച്ച് കോടതി പറയുന്നത്, പരാതിക്കാർ ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് ഈ 10/10/2025 ഇറക്കിയ ഉത്തരവ് ബന്ധപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഈ 20 കോടി രൂപയുടെ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും സർക്കാരിൻ്റെ റൂൾസ് ഓഫ് ബിസിനസ് ഉണ്ട്. സർക്കാരിൻ്റെ റൂൾസ് ഓഫ് ബിസിനസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഓരോ വിഷയങ്ങൾക്കും പണം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അത് ലംഘിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഈ ഒരു ഉത്തരവ് ഇറക്കിയത് അത് റദ്ദാക്കണമെന്നുള്ളതാണ് പെറ്റീഷണറുടെ ആവശ്യം. എന്നാൽ സർക്കാർ പറയുന്നത് സർക്കാരിന് ഇതൊക്കെ ചെയ്യാൻ അവകാശമുണ്ട് എന്നാണ്. സർക്കാർ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവരങ്ങൾ ശേഖരിക്കാനും ജനങ്ങളുടെ അത് സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയാനുമൊക്കെയാണ് ഈ സർവേ ചെയ്തത് എന്നാണ് കോടതി പറയുന്നത്. സർക്കാരിൻ്റെ ആവശ്യം അതാണ്. ഇറ്റ് ഹാസ് ബീൻ സ്റ്റെർനോസ്ലി ആർഗ്യൂഡ് ഓൺ ബിഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ദാറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻ എ പ്രോഗ്രാം ഇസ് ടോട്ടലി വോളണ്ടറി. തീർത്തും സന്നദ്ധമായിട്ടാണ് ഇതിനകത്ത് ആളുകൾ പങ്കെടുക്കുന്നത്, ഈ സർവേയിൽ പങ്കെടുക്കുന്നത്. അവർക്ക് നോ റെമ്യൂണറേഷൻ ഇസ് ബീങ് പെയ്ഡ് ഓൺ ഓർ നോ പേഴ്സണൽ ഡേറ്റ ഈസ് കളക്റ്റഡ്. അതായത് റെമ്യൂണറേഷനൊന്നും കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, വ്യക്തിഗത വിശദാംശങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ സംസ്ഥാന ഗവൺമെൻറ് ഒരു സർവേ നടത്താൻ പോകുന്നു. ആ സർവേയുടെ ഭാഗമായി ഒരു നവകേരള കർമ്മസേനയെ രൂപീകരിക്കുന്നു. അത് യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ പോലെ നവകേരള വികസന സർവേക്ക് വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന സന്നദ്ധ പ്രവർത്തകരോട്
2025 ഒക്ടോബർ 1 മുതൽ 2026 മാർച്ച് 1 വരെ അവരോട് ഈ സർവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവർ സന്നദ്ധമായി ഒരു സന്നദ്ധാടിസ്ഥാനത്തിൽ തയ്യാറാവണം എന്നും പറയുന്നതായിട്ട് കോടതി പറയുന്നു. എന്നിട്ട് കോടതി 25ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് എക്സിബിറ്റ് P2 എന്ന് പറയുന്നത് പാർട്ടിയുടെ, അതായത് ഇറ്റ് ഹാസ് ഡിസ്ക്ലോസ്ഡ് എ ലെറ്റർ calls on party affiliates to participate in the program to be launched by the government and to ensure that the LDF supporters who are willing to work voluntarily either unofficially are recruited to the Karmasena. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എന്നിട്ട് കോടതി പറയുകയാണ് എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് ഇറങ്ങുന്നത് 10/10/2025 ഇതിൽ പാർട്ടി അണികൾ വലിയ തോതിൽ സന്നദ്ധാടിസ്ഥാനത്തിൽ പങ്കെടുക്കണം എന്നുള്ള പാർട്ടിയുടെ കത്ത് ഇറങ്ങുന്നത് 23/9/2025 എന്ന് പറഞ്ഞാൽ തിരിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇങ്ങനൊരു സർവേ നടക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി സെക്രട്ടറി ഇറക്കിയിട്ടുള്ള സർക്കുലർ 23/9 ഇറങ്ങിയതിന് ശേഷം 10/10/2025 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ഉത്തരവ് ഇറങ്ങുന്നത്. അപ്പോൾ ക്ലിയർ ആണല്ലോ ഇതിനകത്തുനിന്ന്. ഈ കാര്യം ആദ്യം അറിഞ്ഞത് പാർട്ടിയാണ്. പാർട്ടി അണികളോട് പറയുകയാണ് ഈ സർവേയിൽ നിങ്ങൾ പങ്കെടുക്കണം. അത് പറഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ടാണ് സർക്കാർ ഉത്തരവ് ഇറങ്ങുന്നത്. അതിനെക്കുറിച്ചിട്ട് കോടതി ഇതിനകത്ത് പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അതിനകത്ത് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇതിനാവശ്യമായിട്ടുള്ള തുക പബ്ലിക് റിലേഷൻസ് വകുപ്പിൻ്റെ പ്രത്യേക ഒരു ഫണ്ടിൽ നിന്ന് 20 കോടി രൂപ ഇതിനു വേണ്ടി വകയിരുത്തുകയാണ്. അതായത് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫണ്ടിൽ നിന്ന്. എന്നിട്ട് കോടതി പോകുന്നത് റൂൾസ് ഓഫ് ബിസിനസ് ഓഫ് ഗവൺമെൻറ് ഓഫ് കേരള ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ഓഫ് ബിസിനസ് ഉണ്ട്. അത് വിശദമായിട്ട് 2-3 പേജിൽ പറഞ്ഞതിന് ശേഷം കോടതി പറയുന്നത് ഈ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി പണങ്ങൾ അല്ലെങ്കിൽ വിഭവം അലോക്കേറ്റ് ചെയ്യുന്നത്, ഓരോ പ്രവർത്തനത്തിനും എന്ത് വേണമെന്നൊക്കെ അലോക്കേറ്റ് ചെയ്യുന്നത് റൂൾസ് ഓഫ് അലോക്കേഷൻ ഓഫ് ബിസിനസ് ടു വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, അതായത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ റൂൾസ് ഓഫ് അലോക്കേഷൻ ഓഫ് ബിസിനസ് ഉണ്ട്. അതിനനുസരിച്ചാണ് ഇതുപോലുള്ള ഓരോ വിഭവ സമാഹരണത്തിനുമൊക്കെ പണം അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ റൂൾസ് ഓഫ് ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് കോടതി എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ കോടതിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്താണെന്നറിയാമോ, ഇതുപോലെ ഉള്ള വിവരശേഖരണത്തിന് വേണ്ടി പണങ്ങളെല്ലാം ചെലവഴിക്കാൻ വേണ്ടി വകയിരുത്തേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്ലാനിങ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ് എന്ന് പറയുന്ന ആസൂത്രണ സാമ്പത്തിക കാര്യ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് റൂൾസ് ഓഫ് അലോക്കേഷൻ ഓഫ് ബിസിനസ് പ്രകാരം പണം അലോക്കേറ്റ് ചെയ്യേണ്ടത്. എന്നിട്ടാണ് കോടതി പറയുന്നത് ഇറ്റ് വിൽ ഫോൾ സ്ക്വയർലി വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ദ ബിസിനസ് ഓഫ് ദ പ്ലാനിങ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഈ 20 കോടി രൂപ ഇതുപോലൊരു സർവേക്ക് വേണ്ടി ചെലവഴിക്കണമെങ്കിൽ അത് ചെലവഴിക്കേണ്ടത് പ്ലാനിങ് ആൻഡ് ഇക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ചായിരിക്കണം. അതാണ് റൂൾസ് ഓഫ് ബിസിനസ് പ്രകാരം പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി 32ാം പാരഗ്രാഫിൽ പറയുന്നത് എക്സിബിറ്റ് P1 ഓർഡർ സ്റ്റിപ്പുലേറ്റ്സ്, അതായത് അത് പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ നിന്നാണ് ചെലവഴിക്കുന്നത്, പക്ഷേ ഇത് റൺസ് കോൺട്രറി ടു ദി റൂൾസ് ഓഫ് ബിസിനസ് ഓഫ് ദി ഗവൺമെൻറ് ഓഫ് കേരള. അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ഓഫ് ബിസിനസ്സിന് ഘടകവിരുദ്ധമായി റൂൾസ് ഓഫ് ബിസിനസ് പ്രകാരം പ്ലാനിങ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായി നടത്തിയിരുന്ന ഈ ആ സർവേക്ക് വേണ്ടി 20 കോടി രൂപ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായി ചെലവഴിച്ചത് കേരള ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ഓഫ് ബിസിനസ്സിന് ഘടകവിരുദ്ധമാണ്. എന്നിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ കോടതി പറയുക. എന്നിട്ട് കോടതി 37ാമത്തെ ഖണ്ഡികയിൽ എന്താ പറയുന്നത്, ഈ എക്സിബിറ്റ് P1 ഓർഡർ എന്ന് പറയുന്ന സർക്കാർ ഈ സർവേ നടത്തണം എന്ന് പറഞ്ഞ ഓർഡർ ഉണ്ടല്ലോ, ഇറ്റ് ഓതറൈസസ് ദ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് ഡിപ്പാർട്ട്മെൻറ്റ് ടു യൂട്ടിലൈസ് 20 crores. അതായത് ഈ സർവേ നടത്താൻ വേണ്ടി പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് 20 കോടി അനുവദിച്ചുകൊണ്ടുള്ള ഈ ഉത്തരവ് ഇറ്റ് ഈസ് ഇൻഹെറൻ്റ്ലി ഫ്ലോഡ് ആൻഡ് അൺസസ്റ്റൈനബിൾ ഫോർ ദി വെരി എവിഡൻറ്റ് വയലേഷൻസ് ഓഫ് റൂൾസ് ഓഫ് ബിസിനസ് അലോക്കേഷൻ. അതായത് റൂൾസ് ഓഫ് ബിസിനസ് അലോക്കേഷൻ ലംഘിച്ചിട്ടുള്ളത് കൊണ്ട് അത് അടിസ്ഥാനപരമായി തന്നെ നിയമവിരുദ്ധവും അത് നിലനിൽക്കുന്നതുമല്ല. അതാണ് കോടതി പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ഇൻഹെറൻ്റ്ലി ഫ്ലോഡ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി അത് നിയമവിരുദ്ധമാണ്. അത് അൺസസ്റ്റൈനബിൾ ആണെന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കുന്നതേ അല്ല. കാരണം അത് റൂൾസ് ഓഫ് അലോക്കേഷൻ ഓഫ് ബിസിനസ്സിന് എതിരായിട്ടുള്ളതാണ്. അപ്പം ഇത് വളരെ വിശദമായി കോടതി പറയുകയാണ്. എന്നിട്ട്
എന്താ പറയുന്നത്? അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ പ്രവർത്തകർ അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് ഉൾച്ചേർന്നു കൊള്ളണം എന്ന് സർക്കാരിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിറങ്ങുന്നതിന് മുമ്പ് തന്നെ പാർട്ടി സർക്കുലർ ഇറക്കുകയാണ്. അത് കടുത്ത നിയമവിരുദ്ധമാണ് എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, ഇത് ക്യാബിനറ്റ് നേരത്തെ പാസ്സാക്കേണ്ടതായിരുന്നു. ക്യാബിനറ്റ് ഇത് നേരത്തെ അംഗീകരിക്കേണ്ടതായിരുന്നു. അതിനകത്ത് കോടതി പറയുകയാണ്, ദ പർപ്പോർട്ടഡ് ഡിസിഷൻ ഓഫ് ദ ക്യാബിനറ്റ് വാസ് നൈദർ പ്ലേസ്ഡ് ബിഫോർ ദ ലെജിസ്ലേച്ചർ. ഈ ക്യാബിനറ്റിൻ്റെ തീരുമാനം ഇത് നിയമസഭയുടെ മുന്നിൽ വെച്ചില്ല. എന്നാൽ നിയമസഭ ആ സമയത്ത് അതാ പറയുന്നത്, ലെജിസ്ലേച്ചർ വാസ് ഇൻ സെഷൻ അറ്റ് ദ റെലവൻറ്റ് ടൈം. ആ സമയത്ത് നിയമസഭ കൂടുന്നുണ്ടായിരുന്നെങ്കിൽ പോലും മന്ത്രിസഭയുടെ ഈ തീരുമാനം ലെജിസ്ലേച്ചറിൻ്റെ മുന്നിൽ വെച്ചില്ല. The cabinet cannot proceed on the assumption that its decision involving additional expenditure would ultimately be approved by the legislature. അതായത് അധിക തുക പിന്നീട് എപ്പോഴെങ്കിലും നിയമസഭ അംഗീകരിച്ചോളാം എന്നുള്ള നിലയിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കോടതി പറയുകയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്ത് റൂൾസ് ഓഫ് ബിസിനസ് ലംഘിച്ചുകൊണ്ട് പ്ലാനിംഗ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായി നടപ്പിലാക്കാമായിരുന്നൊരു പദ്ധതി ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായി നടപ്പിലാക്കാതെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായി ഇത് നടപ്പിലാക്കുകയും ഈ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവ് സർക്കാർ ഇറക്കുന്നതിന് മുമ്പ് പാർട്ടി ഇറക്കുകയും ചെയ്തത് ഇത് ദുരുപദിഷ്ടിതവും ഇത് ദുഷ്ടലാക്കോട് കൂടിയുള്ളതാണ് എന്ന് മാത്രമല്ല, ഇത് ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യായാമമാണ്, ഒരു കളേർഡ് എക്സർസൈസാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്ന് പറഞ്ഞുകൊണ്ട്, ഇത് വയലേഷൻസ് ഓഫ് ദ റൂൾസ് ഓഫ് ബിസിനസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഈസ് ഹിയർ ബൈ സെറ്റ് എസൈഡ് എന്ന് കോടതി പറയും. സുഹൃത്തുക്കളെ, ഇപ്പോൾ വളരെ ക്ലിയർ ആണല്ലോ. ഞാനത് 2-3 വാചകത്തിൽ ഒന്നുകൂടി ഞാനൊന്ന് പറഞ്ഞേക്കാം. അതായത് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവേ നടത്തുന്നു എന്ന് പറഞ്ഞ് 20 കോടി രൂപ അലോക്കേറ്റ് ചെയ്യുന്നു. ആ അലോക്കേറ്റ് ചെയ്യുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. അത് അലോക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പാർട്ടി അണികളെ അറിയിക്കുന്നു, ഇങ്ങനൊരു സർവേ ഉണ്ട്, ആ സർവേയിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാകണം. ഇത് കടുത്ത നിയമവിരുദ്ധമാണ്. ഇത് റൂൾസ് ഓഫ് ബിസിനസ്സിനെതിരാണ്. അതുകൊണ്ട് ഇത് റദ്ദാക്കുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ അധ്യക്ഷനായിട്ടുള്ള കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ട കാര്യം, തുടർ ഭരണം വരുന്നതിന് വേണ്ടി സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി അണികളുടെ സഹായത്തോടു കൂടി ഖജനാവിൽ നിന്നുള്ള പൊതുപ്പണം എടുത്ത് നാണം കെട്ട രീതിയിൽ ഉപയോഗിക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ട് തടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കുന്നത്. പൊതുജനത്തിൻ്റെ പണം, എൻ്റെയും നിങ്ങളുടെയും എല്ലാം പണം എടുത്ത് അടുത്ത തവണ അധികാരത്തിൽ വരാൻ വേണ്ടി നടത്തിയിട്ടുള്ള വളരെ മ്ലേച്ഛവും നീചവും നികൃഷ്ടവുമായിട്ടുള്ള പിണറായി വിജയൻ്റെ ശ്രമത്തിനെ കേരള ഹൈക്കോടതി എടുത്ത് തോട്ടിലെറിഞ്ഞിരിക്കുന്നു, എടുത്ത് ചവറ്റുകുട്ടയിൽ കളഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഈ ബെഞ്ചിൻ്റെ നവകേരള സർവേ റദ്ദാക്കിയിട്ടുള്ള തീരുമാനം.